മാർക്സിസം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണല്ലേ? ചിലർക്ക് അതൊരു പ്രതീക്ഷയാണ്, വിമോചനത്തിന്റെ ഒരു വഴികാട്ടി. എന്നാൽ മറ്റു ചിലർക്ക് അതൊരു അപകടം പിടിച്ച പ്രത്യയശാസ്ത്രമാണ്. എന്തു തന്നെയായാലും ലോകത്തെ ഇത്രയധികം മാറ്റിമറിച്ച വേറൊരാശയം ഒരുപക്ഷേ ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഈ മാർക്സിസത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ലളിതമായൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ മാർക്സിസം? തൊഴിലാളികളുടെ ഒരു രക്ഷകനാണോ? അതോ കാലം തെളിയിച്ചൊരു പരാജയപ്പെട്ട സിദ്ധാന്തമോ? ഈയൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് യാതൊരു മുൻവിധിയുമില്ലാതെ നമുക്ക് ഈ ആശയത്തെ ഒന്ന് ശരിക്കും കീറിമുറിച്ച് പരിശോധിച്ചാലോ? ഈയൊരു വിശകലനത്തിൽ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം മാർക്സിസത്തിനൊരു ആമുഖം, പിന്നെ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്താണെന്ന് മാർക്സ് പറയുന്നു. അതിനുശേഷം സമൂഹത്തിലെ വർഗപരമായ വിഭജനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. പിന്നെ മുതലാളിത്തം സാധാരണ മനുഷ്യനോട് എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഒരു വിപ്ലവം അത്യാവശ്യമാണെന്ന് മാർക്സ് കരുതിയത്. അവസാനം മാർക്സിന്റെ ഈ ആശയങ്ങൾക്ക് ഇന്നത്തെ ലോകത്ത് എന്ത് പ്രസക്തിയുണ്ടെന്നും നമ്മൾ നോക്കും. അപ്പോൾ ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. മാർക്സിന്റെ എല്ലാ ചിന്തകളുടെയും ആണിക്കല്ല് അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഒരു സമൂഹം ഉണ്ടാകുന്നതെന്നും അത് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വിശ്വസിച്ചത്? നമുക്കതൊന്ന് നോക്കാം. മാർക്സിസത്തിന്റെ ഏറ്റവും കാതലായ ആശയം ഇതാണ്: ചരിത്രപരമായ ഭൗതികവാദം. കേൾക്കുമ്പോൾ കുറച്ച് കട്ടിയായി തോന്നാം, പക്ഷെ സംഗതി സിമ്പിളാണ്. സാധാരണ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ എന്താ കാണുന്നത്? രാജാക്കന്മാരുടെ കഥകൾ, വലിയ യുദ്ധങ്ങൾ, മതങ്ങൾ, അല്ലേ? പക്ഷെ മാർക്സ് പറഞ്ഞു, ഇതൊന്നുമല്ല ചരിത്രത്തെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനേക്കാളൊക്കെ പ്രധാനം ഒരു സമൂഹം എങ്ങനെയാണ് തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണത് വിതരണം ചെയ്യുന്നത് എന്നതാണ്. അതായത് സാമ്പത്തികമാണ് ചരിത്രത്തിന്റെ എഞ്ചിൻ, അല്ലാതെ വലിയ വലിയ ആളുകളോ ആശയങ്ങളോ അല്ല. ഈ ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ മാർക്സ് സമൂഹത്തെ ഒരു കെട്ടിടത്തോടാണ് ഉപമിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു കെട്ടിടത്തിനും ഒരു ബലമുള്ള അടിത്തറ വേണമല്ലോ. മാർക്സ് പറഞ്ഞു, ഒരു സമൂഹത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയാണ്. നമ്മുടെ രാഷ്ട്രീയം, നിയമങ്ങൾ, കല, സംസ്കാരം ഇതെല്ലാം ഈ അടിത്തറയുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ സൂപ്പർ സ്ട്രക്ചർ അഥവാ ഉപരിഘടന മാത്രമാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അടിത്തറ ഇളകിയാൽ, അതായത് സാമ്പത്തിക വ്യവസ്ഥ മാറിയാൽ, അതിനു മുകളിലുള്ള കെട്ടിടം മുഴുവൻ മാറും. അപ്പോൾ ഈ സാമ്പത്തിക അടിത്തറ ഒരേപോലെ നിൽക്കുകയല്ല ചെയ്യുന്നത്, അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മാർക്സ് ചരിത്രത്തെ ഇങ്ങനെ കുറേ ഘട്ടങ്ങളായിട്ട് തിരിച്ചു. പണ്ട് ആദിമ കമ്മ്യൂണിസം എന്ന് പറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അവിടെ നിന്ന് അത് അടിമത്തത്തിലേക്ക് മാറി, പിന്നെ ഫ്യൂഡലിസമായി, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന മുതലാളിത്തം എന്ന ഘട്ടത്തിലെത്തി. മാർക്സിന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു സ്വാഭാവികമായ വളർച്ചയാണ്. ഈ യാത്രയ്ക്കൊരവസാനമുണ്ട്, അതാണ് കമ്മ്യൂണിസം. അപ്പോൾ നമ്മളീ പറഞ്ഞ സാമ്പത്തിക അടിത്തറ, അതായത് സാധനങ്ങൾ എങ്ങനെയുണ്ടാക്കുന്നുവെന്നത് സമൂഹത്തിൽ സ്വാഭാവികമായും ഒരു വലിയ വിഭജനത്തിന് കാരണമാകും. അതാണ് മാർക്സിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ആശയം, വർഗപരമായ വിഭജനം അല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിൾ. മാർക്സിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു വാചകമാണിത്. ഇതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ്. എന്നുവെച്ചാൽ എന്താ? ചരിത്രം മുന്നോട്ടു പോയതും മുഴുവൻ സമൂഹത്തിലെ രണ്ട് പ്രധാന വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വടംവലി കാരണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ മുതലാളിത്ത വ്യവസ്ഥയിൽ ഈ മത്സരം പ്രധാനമായും രണ്ട് ടീമുകൾ തമ്മിലാണ്. ഒരു ഭാഗത്ത് ഫാക്ടറികളും ഭൂമിയും പണവുമെല്ലാം കയ്യിലുള്ള ഉടമസ്ഥവർഗം, മാർക്സ് അവരെ ബൂർഷ്വാസി എന്ന് വിളിച്ചു. മറുഭാഗത്ത് സ്വന്തം അധ്വാനം വിറ്റ് ജീവിക്കാൻ വിധിക്കപ്പെട്ട തൊഴിലാളി വർഗം അഥവാ പ്രോളിറ്റേറിയറ്റ്. നോക്കൂ, ഉടമയുടെ ലക്ഷ്യം എപ്പോഴും ലാഭം കൂട്ടുക എന്നതാണ്. തൊഴിലാളിയുടെ ലക്ഷ്യമോ മെച്ചപ്പെട്ട ശമ്പളവും ജീവിത സാഹചര്യങ്ങളും. ഈ രണ്ട് താൽപ്പര്യങ്ങളും ഒരിക്കലും ഒത്തുപോകില്ല, അല്ലേ? ഇതാണ് മുതലാളിത്വത്തിലെ അടിസ്ഥാനപരമായ സംഘർഷം. അപ്പോൾ ഈ വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ തൊഴിലാളികൾക്ക് ആദ്യം വേണ്ടത് എന്താണ്? മാർക്സ് പറയും, അവർക്ക് വേണ്ടത് വർഗബോധം അഥവാ ക്ലാസ് കോൺഷ്യസ്നസ് ആണ്. എന്നുവെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരേ വർഗമാണ്, ഞങ്ങൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഈ ചൂഷണം തുടർന്നുകൊണ്ടേയിരിക്കും എന്നൊരു തിരിച്ചറിവ്. ഈയൊരു തിരിച്ചറിവാണ് വിപ്ലവത്തിന്റെ ആദ്യത്തെ തീപ്പൊരി. ശരി, ഇത്രയും നേരം നമ്മൾ സിദ്ധാന്തങ്ങളൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് മുതലാളിത്ത വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സാധാരണ തൊഴിലാളിയുടെ അനുഭവത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. മാർക്സിന്റെ കാഴ്ചപ്പാടിൽ അത് അന്യവൽക്കരണത്തിന്റെയും ചൂഷണത്തിന്റെയും ഒരു കഥയാണ്. മാർക്സ് പറയുന്നത് മുതലാളിത്തം ഒരു തൊഴിലാളിയെ 4 രീതിയിലാണ് ഒറ്റപ്പെടുത്തുന്നത് എന്നാണ്. ഒന്നാമതായി, അവനുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്ന് അവന് യാതൊരു ബന്ധവുമില്ല. ഒരു കാർ ഫാക്ടറിയിലെ തൊഴിലാളിക്ക് ആ കാർ സ്വന്തമാക്കാൻ കഴിയണമെന്നില്ല. രണ്ടാമത്, ചെയ്യുന്ന ജോലിയിൽ നിന്ന് തന്നെ അവൻ അന്യവൽക്കരിക്കപ്പെടുന്നു. ഒരേ സ്ക്രൂ ദിവസം മുഴുവൻ മുറുക്കുന്ന ഒരു യാന്ത്രിക പ്രക്രിയയായി അത് മാറുന്നു. മൂന്നാമത്, കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന്, കാരണം അവരെല്ലാം അവനെതിരാളികളാണ്. അവസാനം, സ്വന്തം കഴിവിൽ നിന്നും മനുഷ്യത്വത്തിൽ നിന്നും അവൻ അകന്നു പോകുന്നു.
അവനൊരു മെഷീനിലെ വെറുമൊരു ഭാഗം മാത്രമായി മാറുന്നു. ഇതിനെയാണ് മാർക്സ് അന്യവൽക്കരണം എന്ന് വിളിച്ചത്. ഇനി ചൂഷണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ ലളിതമായൊരു ഉദാഹരണം നോക്കാം കേട്ടോ. ഒരു തൊഴിലാളി ഒരു ദിവസം ജോലി ചെയ്ത് ഒരു 100 രൂപയുടെ മൂല്യമുള്ളൊരു സാധനം ഉണ്ടാക്കുന്നു എന്ന് വെറുതെ സങ്കൽപ്പിക്കുക. പക്ഷേ ആ ദിവസത്തെ ജോലിക്ക് ശേഷം മുതലാളി അവന്റെ കയ്യിൽ കൊടുക്കുന്ന ശമ്പളം വെറും 20 രൂപയാണ്. അപ്പോ ഒരു ചോദ്യമുണ്ട്, ബാക്കി 80 രൂപ എവിടെ പോയി? ഇതാണ് കളി. ഇതിനെയാണ് മാർക്സ് മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്ന് വിളിച്ചത്. തൊഴിലാളി അധികമായി അധ്വാനിച്ചുണ്ടാക്കിയ പക്ഷേ അവന് കൂലിയായി നൽകാത്ത ഈ പണമാണ് മുതലാളിയുടെ ലാഭമായി മാറുന്നത്. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഇതാണ് ചൂഷണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രൂപം. മാർക്സ് മുതലാളിത്തത്തെ വെറുതെ വിമർശിക്കുക മാത്രമല്ല ചെയ്തത്. ഈ സിസ്റ്റം അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കാരണം സ്വയം തകർന്നു വീഴും എന്നുകൂടി അദ്ദേഹം പ്രവചിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചത്? കാരണം മാർക്സ് വാദിച്ചത് മുതലാളിത്തം അതിന്റെ നാശത്തിന്റെ വിത്തുകൾ സ്വന്തം ഉള്ളിൽ തന്നെയാണ് കൊണ്ടു നടക്കുന്നതെന്നാണ്. എങ്ങനെയെന്നല്ലേ? ലാഭത്തിനായുള്ള അടങ്ങാത്ത ആർത്തി കാരണം കമ്പനികൾ ആവശ്യമുള്ളതിലും കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കിക്കൂട്ടും. ഇത് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമാകും. പണം കുറച്ചാളുകളുടെ കയ്യിൽ മാത്രം കുന്നുകൂടും. ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കൂടുതൽ ദരിദ്രരാകും. ഈ അന്തരവും അസമത്വവും ഒരു പരിധി വിടുമ്പോൾ ഈ സിസ്റ്റത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോ ഈ തകർച്ചയ്ക്ക് ശേഷം എന്ത് സംഭവിക്കും? മാർക്സിന് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖയുണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് തൊഴിലാളി വർഗ വിപ്ലവമാണ്. അവർ ഭരണം പിടിച്ചെടുക്കും. അതിനുശേഷം ഒരു താൽക്കാലിക ഗവൺമെന്റ് വരും. അതിനെയാണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത്. ഇതിന്റെ ജോലി പഴയ മുതലാളിത്തത്തിന്റെ ബാക്കി പത്രങ്ങളെല്ലാം തുടച്ചു നീക്കുക എന്നതാണ്. ഏറ്റവും ഒടുവിൽ വർഗങ്ങളോ സ്വകാര്യ സ്വത്തോ ഭരണകൂടം പോലുമോ ഇല്ലാത്ത എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹം വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇനി ഈ മാർക്സ് എഴുതിവെച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് പിന്നീട് പലരും പല രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചുരുക്കത്തിലൊന്ന് നോക്കാം. ഉദാഹരണത്തിന് റഷ്യയിൽ ലെനിൻ അതിനെ ലെനിനിസമാക്കി മാറ്റി. ട്രോട്സ്കിയുടെയും മാവോയുടെയും ആശയങ്ങൾ വന്നു. ഇവരൊക്കെ മാർക്സിന്റെ സിദ്ധാന്തങ്ങളെ തങ്ങളുടെ രാജ്യത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രായോഗികമാക്കാൻ ശ്രമിച്ചവരാണ്. പിന്നീട് പാശ്ചാത്യ രാജ്യങ്ങളിൽ വന്ന ചിന്തകർ മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉപയോഗിച്ച് സിനിമയെയും സംസ്കാരത്തെയുമൊക്കെ വിശകലനം ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇതെല്ലാം പറഞ്ഞ് നിർത്തുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാവുന്നുണ്ട്. മുതലാളിത്തം ലോകത്ത് ഒരുപാട് സമ്പത്തും വളർച്ചയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നിട്ടും 150 വർഷങ്ങൾക്കിപ്പുറവും എന്തുകൊണ്ടാണ് ലോകത്തെ അസമത്വത്തെക്കുറിച്ചും ചൂഷണത്തെക്കുറിച്ചുമൊക്കെയുള്ള മാർക്സിന്റെ ആശയങ്ങൾ ഇപ്പോഴും ഇത്രയധികം ആളുകളെ സ്വാധീനിക്കുന്നതും ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നതും? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നിർത്തുന്നു.